എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റും പാലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 ഗ്ലാസ് പാൽ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വേവിച്ചെടുത്തിട്ടുള്ള ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 6-7 ബദാമും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, ഇത് ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായുടെ കുരു ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം പകുതി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം തന്നെ മുഴുവനും പാൽ ചേർത്താൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്